ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC LGS നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾ വളരെയധികം ഉത്സാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് അതിനെ വരവേറ്റത്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി 2025 ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് PSC സമ്മാനിച്ചത് സങ്കടങ്ങൾ മാത്രമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഡിലീഷൻ, അതേപോലെ തന്നെ ആൻസർ ചേഞ്ച്, അതേപോലെ തന്നെ കട്ട് ഓഫ്, ഉയർന്ന കട്ട് ഓഫ്, അതേപോലെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉദ്യോഗാർത്ഥികളെ അത്രത്തോളം സങ്കടത്തിലേക്ക് ആഴ്ത്തിയത്. LDC എന്ന് പറയുന്നത് നമുക്കറിയാം, പാവപ്പെട്ടവൻ്റെ IAS എന്നറിയപ്പെടുന്ന ഒരു എക്സാമാണ്. വളരെയധികം ശുഭപ്രതീക്ഷയോടുകൂടി ഉറപ്പായും റാങ്ക് ലിസ്റ്റ് വരും എന്ന് പ്രതീക്ഷിച്ച പല ഉദ്യോഗാർത്ഥികൾക്കും വരാനായിട്ട് പറ്റിയില്ല. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഒന്നുകിൽ റാങ്ക് ലിസ്റ്റിൽ വന്നവരായിരിക്കും, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരാത്തവരായിരിക്കും. അപ്പോൾ വന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും, എന്നാൽ വരാത്ത കുറേ ആളുകളുണ്ട് വളരെയധികം സങ്കടത്തോടു കൂടി ഇന്നും എന്നിനി പഠിക്കണമോ, അല്ലെങ്കിൽ ഇനി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജോലി കിട്ടുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര്. ആ ഒരു സമയത്താണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെയും അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നതും അതേപോലെ തന്നെ അതിൻ്റെ എക്സാം എന്നാന്നുള്ളതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയാനായിട്ട് സാധിച്ചത്. നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തു. ആദ്യകാലം നല്ല രീതിയിൽ പഠനം ആരംഭിച്ചു. എന്നാൽ ഇന്ന് നിങ്ങൾ അന്ന് പഠിച്ച പോലെ പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അന്ന് നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, അതായത് എന്തൊക്കെയാണോ LDC എക്സാമിന് ഞാൻ ചെയ്ത പാകപ്പിഴകൾ, അതെല്ലാം മറികടന്ന് 2025 ഞാൻ എഴുതുന്ന എക്സാമിൽ ഉറപ്പായും ആദ്യ റാങ്ക് ലിസ്റ്റിലേക്ക് വരുമെന്ന് ശപഥമെടുത്ത ആളുകൾ ഇന്ന് നിങ്ങൾ ആ ശപഥം പിന്തുടരുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉദ്യോഗാർത്ഥികളും അന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ വരുന്ന നോട്ടിഫിക്കേഷനുകൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെയും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും വന്നത്. അപ്പോൾ അന്നുണ്ടായ ആ പഠനം ഇന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? LDCയുടെ സമയത്തും പല ഉദ്യോഗാർത്ഥികൾക്കും സംഭവിച്ചതും ഇത് തന്നെയാണ്. കാരണം എല്ലാവരും കുറേ പഠിച്ചു, അവിടെ നിന്നും ഇവിടെ നിന്നും, അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ, റാങ്ക് ഫയൽസ്, PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അങ്ങനെ പഠിക്കാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയലും വാങ്ങി കൂട്ടിവെച്ചു. പക്ഷേ ഇതെല്ലാം കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മൊത്തമായി പഠിച്ച് റിവിഷൻ ചെയ്യാത്തത് മാത്രമാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ എന്നുള്ളത് നമ്മൾ നിലവിൽ ഈ പറയുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഉത്തരം മാത്രം എടുത്ത് ബാക്കിയുള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. കാരണം അത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പല ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ BA കഴിഞ്ഞു, അതേപോലെ തന്നെ MA കഴിഞ്ഞു, BTech, MTech, അങ്ങനെ ചിലവർ നിലവിൽ ഈ പറയുന്ന BEd, MEd ഒക്കെ എടുത്ത അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റാതെ പോയത് കൊണ്ട് വളരെയധികം സങ്കടത്തിലേക്ക് ആഴ്ത്തിയത്. അപ്പോൾ സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത്. അപ്പോൾ ആ സങ്കടത്തിൽ നിന്നും നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടത്, എന്തൊക്കെയായിരുന്നു ചെയ്യരുതാത്തത് എന്നുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടുമ്പോൾ എന്തൊക്കെ സബ്ജക്റ്റുകളിൽ ഏതൊക്കെ മാർക്ക് എത്രയൊക്കെ നമ്മൾ വാങ്ങണം, അതേപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്സുകളായിരുന്നു നമ്മൾ കുറെ കൂടി പഠിക്കേണ്ടിയിരുന്നത്, ഏതൊക്കെ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിരുന്നേനെ എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു, അതേപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്തു, കുറേ എക്സാമുകൾ എഴുതി, ഇതൊക്കെ ചെയ്തു. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോട്ട് ടോപ്പിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ നിലവിൽ നമ്മൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിൻ്റെ ടൈമിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ കറക്റ്റായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. കാരണം 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഈ 4 ഓപ്ഷനും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ നിങ്ങൾ കേട്ടതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ വായിച്ചതായിരിക്കും. ഉത്തരത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ്സും അതിൻ്റെ വ്യക്തമായിട്ടുള്ള PDF നോട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താണോ പഠിച്ചത് എന്നുള്ളത് നിങ്ങളെ കൊണ്ട് തന്നെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടി അന്ന് തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പോളും നമ്മൾ ടെലഗ്രാമിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക്
ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും PDF നോട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കിലി നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് റിവിഷൻ നിങ്ങൾക്ക് ഈ 3 ദിവസത്തെ ക്ലാസ്സിൻ്റെയും തരാറുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ അവരെന്തായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള ആ ഒരു ഭയം. അതുകൊണ്ടാണ് നമ്മൾ പലരും പലപ്പോഴും പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ശരി എന്നുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബൗണ്ടറി നിങ്ങൾ എന്ന് കടന്ന് മുന്നിലേക്ക് വരാനായിട്ട് തയ്യാറാവുന്നു അന്ന് നിങ്ങൾ തുടങ്ങും നിങ്ങളുടെ വിജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളായി ജീവിക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇംഗ്ലീഷ് അതേപോലെ തന്നെ മാത്സ് മലയാളം എന്ന് പറയുന്നതിൻ്റെ ക്ലാസ്സും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളും വൈകാതെ തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ പോകും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അതേപോലെ തന്നെ മക്കളെ, ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശരി എന്നുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറയാറില്ലേ പൗലോ കൊയ്ലോൻ്റെ ആ ഒരു ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി വരെയും നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും കിടിലമായി തന്നെ പഠിച്ചു പോവുക. കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട. ഇന്ന് മുതലെങ്കിലും നിങ്ങൾ നന്നായിട്ട്, അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആണ്. നിങ്ങൾക്ക് പറ്റാവുന്ന ലെവലിൽ കണ്ടു തീർത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യ റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ പറയുന്ന സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു സംഭവം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഈ 2025 തന്നെ ചെയ്തു തീർക്കുക. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാകും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുത്തുള്ള എക്സാമുകളിൽ ഉറപ്പായിട്ടും വരികയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ബാക്കിയെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളായി തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.